ഭക്തിയുടെ നിറവിൽ നാടെങ്ങും തൈപ്പൂയ മഹോത്സവം. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ചടങ്ങുകൾ നടന്നു. പൂക്കാവടി ഉൾപ്പെടെ അണിനിരന്ന കാവടി ഘോഷയാത്രകൾ അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി. ഭക്തിയുടെ നിറവിൽ നാടെങ്ങും തൈപ്പൂയ മഹോത്സവം. മകരമാസത്തിലെ പൂയനാളാണ് കേരളത്തിൽ തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ശിവസുതനും ദേവസേനാധിപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്ന വിശ്വാസം. സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയനാൾ എന്നും കരുതുന്നു. അതേസമയം സുബ്രഹ്മണ്യന്റെ വിവാഹ സുദിനമാണ് തൈപ്പൂയമെന്നും പിറന്നാൾ തൃക്കാർത്തികയാണെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട്. കേരളത്തിലെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയ ആഘോഷം സംഘടിപ്പിച്ചു. പഴനി, തിരുച്ചെന്തൂർ, ഹരിപ്പാട്, കിടങ്ങൂർ, പുത്തനമ്പലം തുടങ്ങിയ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നടന്ന തൈപ്പൂയ ആഘോഷ ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. വാദ്യമേളങ്ങളും കാവടിയാട്ടവും അഭിഷേകവും എല്ലാം ആഘോഷത്തിൻ്റെ സവിശേഷത. സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി. പീലിക്കാവടികളും ഭസ്മക്കാവടികളും പൂക്കാവടികളും തൈപ്പൂയ ദിനത്തിലെ സവിശേഷമായ കാഴ്ച. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമാണ്. ശനിയാഴ്ച വൈകിട്ട് മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ കാവടി ഘോഷയാത്രയും ആരംഭിച്ചു. നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ ഭക്തി ലഹരിയിലായി. ശൂലക്കാവടി തൈപ്പൂയ ഉത്സവത്തിലെ വേറിട്ട കാഴ്ചയാണ്. ഉച്ചയോടെ ക്ഷേത്രവും പരിസരവും ജനസാഗരമായി. ക്രമസമാധാന പാലനത്തിന് വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു.